Good morning students, welcome to this video. Next topic എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റ് ആണ്. ഇപ്പോൾ ഓർഡിനറി ഇലക്ട്രിക് അയണിനെ അപേക്ഷിച്ച് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തെർമോസ്റ്റാറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഇലക്ട്രിക് അയണിനെ അപേക്ഷിച്ച് ഈ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണിനകത്ത് തെർമോസ്റ്റാറ്റ് കാണും. തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെർമോസ്റ്റാറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് തെർമോസ്റ്റാറ്റ് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണിനകത്ത് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ. തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾ ആണ്. ഈ തെർമോസ്റ്റാറ്റ് വന്നത് രണ്ട് വേർഡിൽ നിന്നാണ്. തെർമോ എന്നും സ്റ്റാറ്റിസ് എന്ന വേർഡിൽ നിന്നാണ് തെർമോസ്റ്റാറ്റ് ഉണ്ടായത്. തെർമോ എന്നും സ്റ്റാറ്റിസ് എന്നും രണ്ട് വേർഡിൽ നിന്നാണ് ഈ തെർമോസ്റ്റാറ്റ് എന്ന വേർഡ് ഉണ്ടായത്. തെർമോ എന്ന് പറഞ്ഞാൽ മീനിങ് ഹീറ്റ്, സ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. അതാണ് ഈ തെർമോസ്റ്റാറ്റ് എന്ന വേർഡിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ തെർമോസ്റ്റാറ്റ് എന്ന വേർഡ് ഉണ്ടായത് തെർമോ എന്നും സ്റ്റാറ്റിസ് എന്നും രണ്ട് വേർഡിൽ നിന്നാണ്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്നാണ്. സ്റ്റാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ്കോ എന്നൊക്കെ പറയത്തില്ലേ, അതായത് സ്ഥിരമായി നിൽക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതാണ് സ്റ്റാറ്റിസ് എന്ന പദത്തിന്റെ അർത്ഥം, കോൺസ്റ്റന്റ്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, the main function of a thermostat in an electric iron is make sure that iron does not get too hot if it is left unattended for a period of time. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ കുറച്ചു നേരം ഈ ഇലക്ട്രിക് അയണിനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഹീറ്റിംഗ് കോയില് അമിതമായി ചൂടാകരുത്. ഓക്കെ, ഓവർ ഹീറ്റിംഗ് പാടില്ല. അതായത് ഹീറ്റിംഗ് കോയിലാണ് അയണിനകത്ത് AC സപ്ലൈ സ്വീകരിച്ച് ഹീറ്റ് ആവുന്നത്. ആ ഹീറ്റ് കണ്ടക്ഷൻ വഴി ആർക്ക് പാസ് ചെയ്യും? താഴെയുള്ള ബേസ് പ്ലേറ്റിലേക്ക് കണ്ടക്ഷൻ വഴി പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ ഇലക്ട്രിക് അയൺ കൂടുതൽ നേരം സപ്ലൈ കൊടുത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഹീറ്റിംഗ് കോയില് ഓവർ ഹീറ്റ് ആവും. ഓക്കെ, ഓവർ ഹീറ്റായി മാറുകയും അപ്പോൾ ഇലക്ട്രിക് അയൺ അമിതമായിട്ട് ചൂട് പിടിക്കുകയും നമ്മുടെ ഡ്രസ്സൊക്കെ ഡാമേജ് ആയി പോവുകയും ചെയ്യും. പലപ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, തെർമോസ്റ്റാറ്റിന്റെ യൂസ് തന്നെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ തെർമോസ്റ്റാറ്റ് ഇൻ ആൻ ഇലക്ട്രിക് അയൺ ഈസ് മേക്ക് ഷുവർ ദാറ്റ് അയൺ ഡസ് നോട്ട് ഗെറ്റ് ടു ഹോട്ട് ഇഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് അൺഅറ്റൻഡഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. നമ്മൾ ശ്രദ്ധിക്കാതെ കുറെ നേരം വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ അയൺ ഓവർ ഹീറ്റ് ആവാതിരിക്കുക. അതാണ് ഈ തെർമോസ്റ്റാറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ. നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഹീറ്റിംഗ് എലമെന്റ് ചൂടായി ഇലക്ട്രിക് അയൺ ഓവർ ഹീറ്റ് ആവാതിരിക്കുക. അതാണ് ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റിംഗ് എലമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് ചൂട് പിടിച്ചാൽ ബേസ് പ്ലേറ്റും അമിതമായിട്ട് ചൂട് പിടിക്കുകയും ചെയ്യും. അതുമൂലം എനർജി വേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ക്ലോത്ത്സ് വിൽ റൂയിൻ, വസ്ത്രങ്ങൾ നശിക്കുകയും ചെയ്യും. നമ്മൾ അമിതമായിട്ട് ചൂടാക്കി ഒരു അയൺ കൊണ്ട് ക്ലോത്ത്സ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ വസ്ത്രങ്ങൾ നശിച്ചു പോകും, അത് ഡാമേജ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, ഇൻ വർസ്റ്റ് കേസ് സിനാരിയോ ദാറ്റ് വിൽ കോസ് നാസ്റ്റി ആക്സിഡന്റ്. ഒരു ആക്സിഡന്റിന് കാരണമാകുക വരെ ചെയ്യാം. അപ്പോൾ കുറെ നേരത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു അയൺ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ
അതിന്റെ ഹീറ്റിംഗ് കോയിൽ അമിതമായിട്ട് ചൂടാകും, ഓവർ ഹീറ്റ് ആവും. അത് ബേസ് പ്ലേറ്റിലേക്ക് ആ ഹീറ്റ് പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഓവർ ഹീറ്റായ അയൺ വെച്ച് നമ്മൾ ക്ലോസിന്റെ റിംഗിൾ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ക്ലോസിനെ അയൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും ആ ക്ലോത്ത്സ് ഡാമേജ് ആയി പോകും, ആ വസ്ത്രങ്ങൾ നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ചില ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കും? ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണിനകത്ത് ഈ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യും. തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ തന്നെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുക, ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ അയൺ അവിടെ വെച്ച് അമിതമായിട്ട് ചൂടാവുന്നു. ഓക്കെ, AC സപ്ലൈയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് സ്വീകരിച്ച് ഈ കോയിൽ ഹീറ്റ് ആവുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എനർജി വേസ്റ്റ് ആയി പോകും. അത്രയും നേരം എനർജി വേസ്റ്റ് ആവും, എനർജി വേസ്റ്റ് സംഭവിക്കും. ആ ഓവർ ഹീറ്റ് ആയിട്ടുള്ള അയൺ വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് റൂയിൻ ചെയ്യും, അത് നശിച്ചു പോവും. ആക്സിഡന്റിന് വരെയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അപകടകരമാം വിധം അയൺ ചൂടാകാതെ അതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഓക്കെ, അപകടകരമാം വിധം അയൺ ചൂടാകാതെ അതിന്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് നിർത്തുക, നിയന്ത്രിച്ച് നിർത്തുക. അതാണ് ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഓവർ ഹീറ്റ് ആവാതെ, അയൺ ഓവർ ഹീറ്റ് ആവാതെ, അതിന്റെ കോയിൽ ഓവർ ഹീറ്റ് ആവാതെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിർത്തുക. അതാണ് ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് എന്ന വേർഡുണ്ടായത് തെർമോ എന്നും സ്റ്റാറ്റിസ് എന്നും പറഞ്ഞ രണ്ട് വേർഡിൽ നിന്നാണ്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്നാണ്, സ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഒരു ഗീവൺ സെറ്റിംഗിൽ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക. അതാണ് തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ. ഒരു ഗീവൺ സെറ്റിംഗ്സിൽ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക, അതാണ് തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ, അയൺ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നാമത് എനർജി വേസ്റ്റ് ആണ്, അത്രയും കറണ്ട് വേസ്റ്റ് ആയി പോവും. ആ ഓവർ ഹീറ്റ് ആയ അയൺ കൊണ്ട് ക്ലോത്ത്സ് അയൺ ചെയ്താൽ അത് നശിച്ചു പോവും, അത് ഡാമേജ് ആയി പോവും, ക്ലോത്ത്സ് ഡാമേജ് ആയി പോവും, ചിലപ്പോൾ ആക്സിഡന്റിനുള്ള ചാൻസ് ഉണ്ട്. ഈ അയൺ ഓവർ ഹീറ്റ് ആവുന്ന സമയത്താണ് ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ. തെർമോസ്റ്റാറ്റ് അയൺ ഓവർ ഹീറ്റ് ചെയ്യാതെ ആ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഓവർ ഹീറ്റിൽ നിന്നും അയണിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതും ഈ തെർമോസ്റ്റാറ്റിന്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് അയൺ ഓവർ ഹീറ്റ് ആവാതെ അതിൽ നിന്നും ഇലക്ട്രിക് അയണിനെ പ്രിവെന്റ് ചെയ്യുന്നു, അതിനെ സേവ് ചെയ്യുന്നു. അതും ഈ തെർമോസ്റ്റാറ്റിന്റെ ഒരു ഫംഗ്ഷനാണ്. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റ് എന്താണ് സംഭവം നോക്കാം. തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ഓക്കെ, തെർമോസ്റ്റാറ്റ് ഇൻ അയൺ മേക്ക് യൂസ് ഓഫ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. അപ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്, ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൊണ്ടാണ് ഈ തെർമോസ്റ്റാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് മെറ്റൽസ് കാണും. ഓക്കെ, രണ്ട് മെറ്റൽസ് കാണും. ഒന്ന് ബ്രാസും മറ്റൊന്ന് അയണുമാണ്. ഓക്കെ, അപ്പോൾ തെർമോസ്റ്റാറ്റ് ഇൻ അയൺ ഈസ് മെയ്ഡ് ഓഫ് ടു മെറ്റൽസ്. ഓക്കെ, അതായത് ബ്രാസും അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ സ്ട്രിപ്പിനെ വിളിക്കുന്ന പേര് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ്. ഓക്കെ, ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്നാണ് ആ സ്ട്രിപ്പിന്റെ പേര്. തെർമോസ്റ്റാറ്റ് ഇൻ അയൺ മേക്ക് യൂസ് ഓഫ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് മെറ്റൽസ് കാണും, ബ്രാസും അയണും. ഓക്കെ, ബ്രാസും അയണും. ഇനി ഈ ബ്രാസിന്റെയും അയണിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബ്രാസിനും അയണും ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്.
അപ്പോൾ ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഉള്ള ബ്രാസും അയണും കൊണ്ടാണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് മെറ്റൽസ് കാണും, ബ്രാസും അയണും. ഈ ബ്രാസിനും അയണിനും ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. ഓക്കെ, ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. ഓക്കെ, ഇനി under the presence of heat bimetallic strip expand differently. ഓക്കെ, ചൂടാക്കുമ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഡിഫറന്റ് രീതിയിലായിരിക്കും. ഓക്കെ, വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. നോക്ക്, ഇതൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പാണ്. ഇത് ഹീറ്റിങ്ങിന് മുമ്പുള്ള അവസ്ഥയാണ്, ചൂടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അതിനെ ഹീറ്റ് ആയിട്ടുള്ള അവസ്ഥ താഴെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യും. ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് കാണും. ഓക്കെ, ആ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മെറ്റൽസ് കൊണ്ടാണ്, ബ്രാസും അയണും. ഇതിന് രണ്ടിനും ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാസിനും അയണിനും ഡിഫറന്റ് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണുള്ളത്. അപ്പോൾ ഈ ബ്രാസും അയണും കൊണ്ടാണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. തെർമോസ്റ്റാറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ആ ബൈമെറ്റാലിക് സ്ട്രിപ്പാണ്. ആ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രാസും അയണും കൊണ്ടാണ്. ഈ രണ്ടിനും ഡിഫറന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. ഓക്കെ, ഹീറ്റിന്റെ പ്രസൻസിൽ, അണ്ടർ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്, ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡ് ഡിഫറently. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഡിഫറന്റ് ആയിട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇത് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ചൂടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചൂടാക്കി കഴിയുമ്പോൾ ആ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ചെയ്യും, വളയും. ഓക്കെ, ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്തോ ചെയ്യും, ബെൻഡ് ചെയ്യും. ഈ തെർമോസ്റ്റാറ്റിന്റെ വർക്കിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ചെയ്യും. ഓക്കെ, ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ചെയ്യുമ്പോൾ ചില കോണ്ടാക്ട്സ് നഷ്ടമാവും. കോണ്ടാക്ട് നഷ്ടമാവുമ്പോൾ കറണ്ട് ഫ്ലോ നിലയ്ക്കും. കറണ്ട് ഫ്ലോ നിലയ്ക്കുമ്പോൾ ആ ഹീറ്റിംഗ് കോയിൽ അമിതമായിട്ട് ചൂടാവുന്നത് കുറയുമല്ല, അത് നിലയ്ക്കും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ആ ഹീറ്റിംഗ് കോയിൽ പതുക്കെ അതിന്റെ ചൂട് കുറഞ്ഞ് തണുത്ത് വരും. ആ സമയം ബൈമെറ്റാലിക് സ്ട്രിപ്പ് പഴയ അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഈ തെർമോസ്റ്റാറ്റിനകത്തെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പാണ്. ആ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രാസും അയണും കൊണ്ടാണ്. അതിന് ഡിഫറന്റ് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണുള്ളത്. അത് ഹീറ്റിന്റെ പ്രസൻസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ഡിഫറന്റ് ആയിട്ടായിരിക്കും. ഓക്കെ.